ഇന്ന് സോയാബീൻ ഒരു വെറൈറ്റി തരത്തിൽ നമുക്ക് തോരൻ വെക്കാം. അതിനായി തിളച്ച വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് സോയാബീൻ ഇട്ട് നന്നായി ഇളക്കി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പിഴിഞ്ഞ് വാരിയെടുക്കുക. ഇതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും എടുക്കുക. ഇനിയും നമ്മുടെ സോയാബീൻ തണുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് വാരിയെടുത്ത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കടുക് ഇട്ട് വറ്റൽമുളകും ഇട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക്, ക്രഷ് ചെയ്ത ഉണക്കമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് പച്ചമുളക് അരിഞ്ഞതും, ഇതിപ്പോൾ ഒരു 2 പച്ചമുളക് അരിഞ്ഞതാണ്, 1 സവാള അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കുക. അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. നന്നായി വഴറ്റി പച്ചമണം മാറുമ്പോൾ നമ്മൾ ഉലർത്തി വെച്ചിരിക്കുന്ന സോയ ഇതിനകത്ത് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. നല്ലവണ്ണം ഇളക്കണം. ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ഇടാൻ മറക്കരുത്. 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് തല്ലിപ്പൊത്തി വെച്ച് അടച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് ഇതുപോലെ ചിക്കിയിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് കുഴിച്ചെടുത്ത് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഇങ്ങനെ മൂടി വയ്ക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഈ മൂടി തുറന്നിട്ട് നന്നായിട്ട് ചിക്കിയെടുക്കുക. അങ്ങനെ ചതച്ച മുളകും സോയാബീനും ചേർന്നുള്ള തോരൻ റെഡിയായിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളിത് തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.